ഗുഡ് മോർണിംഗ്. ഞാൻ സെൽഫി എടുക്കലായിരുന്നു, അറ്റൻഡൻസ് മാർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ അറ്റൻഡൻസ് മാർക്കിംഗ് എന്ന് പറയുന്നത് AI ഫേസ് റെക്കഗ്നൈസേഷൻ എന്നുള്ള രീതിയിലാണ്. ഇതൊരു ഡോട്ട് ഫേസസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഞാൻ എന്തായാലും ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഓഫീസിലെത്തി ജസ്റ്റ് ഒന്ന് എൻ്റെ ഫോൺ എടുത്ത് ഓണാക്കി ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ 2 സെക്കൻഡ് 3 സെക്കൻഡ്സിൽ എൻ്റെ അറ്റൻഡൻസ് അവിടെ മാർക്കായി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ഫോൺ അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റാഫ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ ടാബിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 സെക്കൻഡ്സിൽ അവരുടെയും അറ്റൻഡൻസ് അവിടെ മാർക്കായി കഴിഞ്ഞു. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല നല്ല ഫീച്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു ക്ലൗഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ എവിടെയും മിസ്സാവുന്നില്ല. ഇൻ കേസ് ഇപ്പോൾ നമ്മളുടെ ഡിവൈസ് ഡാമേജ് ആയി പോയാലും നമുക്ക് മറ്റൊരു ഡിവൈസിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ഡാറ്റ, അതേപോലെ തന്നെ നമുക്ക് അവിടെ അറ്റൻഡൻസിങ് ഒക്കെ ജസ്റ്റ് 2-3 മിനിറ്റ്സിൽ അവിടെ ഒന്നുകൂടി റെഡി ആവാണ്. ആൻഡ് ഓൾസോ ഇതിൽ API ഇൻറ്റിഗ്രേഷൻ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ചില കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, പേറോൾ, അതേപോലെ തന്നെ അറ്റൻഡൻസ് റെക്കോർഡ്. സോ ഈ സോഫ്റ്റ്വെയർസിനായിട്ടൊക്കെ ഈ ഡോട്ട് ഫേസസിന് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഈ ഒരു അറ്റൻഡൻസും കൂടിയും സിങ്ക് ചെയ്യാനും വളരെ ഈസിയാണ്. ഇനിയിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് OT, ഓവർ ടൈം. സോ നമ്മുടെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ അറിയാൻ പറ്റും, എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഷിഫ്റ്റ് ഉണ്ട്, ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരു ഓവർ ടൈമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇപ്പം നമ്മൾ പല കമ്പനീസ് ആയിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ സ്വന്തം കമ്പനി ആണെങ്കിൽ എൻ്റെ റൂൾസാണ്. അപ്പം പല കമ്പനീസിലും പല ഷിഫ്റ്റിംഗ് ആണ്, പല രീതിയിലാണ്. അപ്പം എനിക്കത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഡോട്ട് സ്പേസസിലുണ്ട്. അപ്പം എൻ്റെ കമ്പനീസിൽ എൻ്റെ ഷിഫ്റ്റിംഗ് എങ്ങനെ വെക്കണം, അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഡോട്ട് സ്പേസസ് എന്ന് പറയുന്ന ആപ്പിലുണ്ട്. ഇനിയിപ്പം അവർ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന സമയത്തും അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ആപ്പിന് വളരെ ഒരു ചെറിയ റേറ്റ് കാര്യങ്ങളേ ഉള്ളൂ, ഒരു വർഷത്തേക്കും അല്ലെങ്കിൽ ഓരോരോ വർഷത്തേക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇത് റെഫർ ചെയ്ത സമയത്ത് തന്നെ ഹീ ഈസ് റെഡി, ബിക്കോസ് അവൻ പറയുന്നത് അവനക്കൊരു 10-15 ബ്രാഞ്ച് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെയിൻ ഓണറാണ്, നമ്മുടെ അണ്ടറിലൊരു 10-15 ബ്രാഞ്ചസ് ഉണ്ട്. സോ നമുക്കൊരു സൂപ്പർ അഡ്മിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളെ അണ്ടറിലുള്ള എല്ലാ ബ്രാഞ്ചസിലുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും അറ്റൻഡൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ അഡ്മിൻ എന്നുള്ളൊരു ഓപ്ഷനിലുണ്ട്. ഇനിയിപ്പോൾ താഴെയുള്ള ഓരോ ബ്രാഞ്ചസിൻ്റെയും അവർക്ക് അവരുടേതായിട്ടുള്ള കാണാൻ പറ്റുമെങ്കിലും നമുക്ക് എല്ലാവരും കാണാനുള്ള ഓപ്ഷനും ഈ ഒരു ഡോട്ട് സ്പേസസിൻ്റെ ആപ്പിലുണ്ട്. അത് ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കും, ഇപ്പം നമുക്ക് എവിടുന്നും അറ്റൻഡൻസ് ആഡ് ചെയ്തുകൂടെ. ഇതിലങ്ങനെയല്ല, ഇതിലൊരു ലൊക്കേഷൻ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അറ്റൻഡൻസ് മാർക്കാവുള്ളൂ. അതേസമയം ഞാൻ പുറത്തുനിന്നാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അത് നമുക്ക് റിജക്റ്റ് ആവും, കാരണം ഇതിൽ ലൊക്കേഷൻ ലോക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ. ദ സെയിം ടൈം ഇപ്പം നിങ്ങളൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്, നിങ്ങളൊരു സൈറ്റ് വിസിറ്റിംഗ് കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ കമ്പനീസിൻ്റെ സ്റ്റാഫ് ഓരോ ഏരിയയിലെത്തുമ്പോൾ അവർ അവിടെ നിന്നാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൊക്കേഷനും നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. കാരണം അവർ ഏത് ലൊക്കേഷനിൽ നിന്നാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തെന്നുള്ള കാര്യവും അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും ഇങ്ങനത്തെ ഒരു അറ്റൻഡൻസ് മാർക്കിംഗ് ഓപ്ഷൻ വളരെ അത്യാവശ്യമാണ്. ഇത് ഗ്ലോബലി നമുക്ക് എവിടുന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഡോട്ട് സ്പേസസിൻ്റെ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ബാംഗ്ലൂർ അവൈലബിൾ ആയിട്ടുണ്ട്, GCC കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എനിവർ നമുക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. എത്ര സ്റ്റാഫിന് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാനും പറ്റും. സോ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.